ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് BNC എന്നുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. ഈ ഒരു ബ്രാൻഡിന്റെ നെയിം ഒരുമാതിരിപ്പെട്ടവർക്ക് ആരും അങ്ങനെ കേട്ട് പരിചയമില്ലായിരിക്കും. ഇതൊരു പുതിയ ബ്രാൻഡാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകും. BNCയുടെ ഞാൻ ആ പറഞ്ഞ മുതൽ എങ്ങനെയുണ്ട് സാധനം, ഇതിന്റെ ഫസ്റ്റ് ലുക്ക് നോക്കിയാൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് പതിവ് പോലെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് ലുക്ക്. നോർമലി ഈ ഹാൻഡിൽ ബാറിൽ ഒരു സാധനം പോലും ഇല്ല കേട്ടോ. ഇവിടെ ഒരു അവരുടെ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. LED എല്ലാം യൂണിറ്റ് ആണ്. ഈ കാണുന്ന ഒരു DRനാണ്. താക്കോലി ഓണായി കാണിച്ചത്. എന്റെ അമ്മേ നല്ല ഓറാട്ടോ. താഴത്തായിട്ട് നോക്കാൻ നമ്പർ പ്ലേറ്റ് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങും ഇൻഡിക്കേറ്റർ യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നത് ഈ കാണുന്ന പൈപ്പാണ്. നമ്മൾ ചെയ്സ് പോലെ ഇരിക്കും. ഈ ഒരു ആ ചെയ്സിന്റെ യൂണിറ്റെ തന്നെയാണ് ഇവിടെയായിട്ടാണ് ഇൻഡിക്കേറ്റർ വന്നേക്കണം. ഞാൻ ഇൻഡിക്കേറ്റർ ഒന്ന് ജസ്റ്റ് തെളിയിച്ച് കാണിച്ചു തരാം. അതിനൊരു ബസറും കൂടി വന്നിട്ടുണ്ട്. താക്കൽ ഓഫ് ചെയ്തേക്കാം. പിന്നെ ഇതിനകത്ത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഫ്രണ്ട് ഏരിയയിൽ ഈ വീലിന്റെ ഒരു സൈഡ്, അതായത് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് മറ്റുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തേണ്ട കാര്യം എന്താണെന്ന് പറയുമോ, ഫ്രണ്ടിൽ ഇവിടെ തന്നെ നല്ലൊരു ഗ്യാപ്പും ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഷോക്ക് വന്നിരിക്കുന്നത് സസ്പെൻഷൻ വന്നേക്കുന്നതിന്റെ ഏറ്റവും അടിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുള്ള കാണാം. നേരെ ഫ്രണ്ടിലായിട്ടൊരു ബാറ് പോലെ ഒരു സംഭവം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ ഫ്രണ്ടിലുള്ള ഒരു സസ്പെൻഷൻ കൂടുതൽ നല്ല രീതിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ഏരിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ തൊട്ട് വെച്ചിട്ട് തന്നെ അതിനകത്തൊരു കാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ടർ യൂണിറ്റ്, ടയർ സൈസ് വരുന്നത് 90-90 ഇവിടെ ആയിട്ട് നമുക്ക് ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് നമുക്ക് ചവിട്ടാൻ പറ്റിയത് കേട്ടോ. വണ്ടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഫുഡ് റെസ്റ്റ് വരുന്നത്, ഡ്രൈവറിന്റെ ഫുഡ് റെസ്റ്റ് വരുന്നത് ഈ ഭാഗത്താണ്. പുറകെ ഇരിക്കുന്ന ആൾക്ക് ഉടനെ ചവിട്ടാൻ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ. ഇതൊക്കെ ഞാൻ ഏറ്റവും അവസാനം ഞാൻ തുറന്നു കാണിക്കാട്ടെ. ഏറ്റവും അവസാനം തന്നെ പരുമ്പര പുറകെ തുറന്നു കാണിച്ചാൽ ഇവിടെ ആയിട്ട് നോക്കാണ്ട് BNC എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ചലഞ്ചർ S110 എന്നാണ് ആ മോഡൽ വരുന്നത്. ഇവിടെ ആയിട്ട് സെൻട്രൽ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ചാർജിങ്ങിന്റെ സ്ലോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡും ഡിസ്ക് ആണ്. സെൻട്രൽ സ്റ്റാൻഡ് ഏരിയ വന്നിട്ടുണ്ട്. ഇനി നേരെ ബാക്കിലേക്ക് വരാനായിട്ടാണ്. രസകരമായിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് ഇത്. കണ്ട ഈ ചേസിന്റെ ആ കറക്റ്റ് വലിപ്പത്തിൽ തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ യൂണിറ്റ്. നടുക്ക് ബ്രേക്ക് ലൈറ്റ്, രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റർ. ഒന്നുകൂടി താക്കോലോണാക്കി കാണിച്ചു തരാം. അതാണ് ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ് ചെയ്തേക്കാം. ഇവിടെയായിട്ട് നമുക്കൊരു ചലഞ്ചറിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കീ ഹോൾ ഉണ്ട്. അത് ഞാൻ പുറകെ പറഞ്ഞു തരാം. പിന്നെ താഴത്ത് നമ്പർ പ്ലേറ്റ് ഏരിയ, ഇതിന്റെ അടിയിലായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിഫ്ലക്ടർ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു എന്താ പറയാ, പെട്ടെന്ന് ബാക്കിൽ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഒരു മെനകേടില്ലാത്ത രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് വരാനത്ത് നമ്മുടെ സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ടൂ വീലറിന് വേണ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെന്താ നേരെ മീറ്ററിലേക്കും ഹാൻഡിലേക്കും വരാം. ഇതാണ് നമ്മുടെ ഹാൻഡിൽ യൂണിറ്റ്. സാധാരണ നമ്മുടെ മീറ്റർ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതിന് പകരം ഇവിടെ ആയിട്ടാണ് നമ്മുടെ താക്കോൽ വന്നിരിക്കുന്നത് കേട്ടോ. നേരെ താഴത്തായിട്ടാണ് മീറ്റർ വന്നേക്കുന്നത്. താക്കോൽ ഓണാക്കാം. ഓട്ടോമാറ്റിക്കായി നമുക്ക് ലൈറ്റ് ഓണാക്കി കിടക്കാം കേട്ടോ. ഇവിടെ ആയിട്ട് ഹൈ ബീം, ലോ ബീം, ഫാസ്റ്റ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ഹോണ്, എൻജിൻ ഗിൽ സ്വിച്ച്, സ്റ്റാർട്ട് ബട്ടൺ, ഇത്രയും സാധനങ്ങൾ ഈ ഒരു ഏരിയത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ മീറ്റർ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം 89 ചാർജ് ഉണ്ട്. ഇതാണ് അതിന്റെ പെർസെൻറ്റേജ് കാണിച്ചേക്കുന്നത്. കിലോമീറ്റർ ഇവിടെ കാണിക്കുന്നു. ഒരു വാർണിംഗ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തേക്കാം. നമുക്ക് താക്കോൽ ഊരിയിട്ട് ഇതിന്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ കീ ഇടുന്നത്. നമുക്ക് കീ ഇട്ടിട്ടുണ്ട്. നേരെ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് ഓപ്പൺ ആക്കാൻ പറ്റും. ഇതാണ് സ്റ്റോറേജ് സ്പേസ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് വേറൊരു വേരിയന്റും കൂടിയാണ്. ഈ രണ്ടാമത്തെ വേരിയന്റിൽ 2 ബാറ്ററി വരും. 2 ബാറ്ററി വരുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ ബാറ്ററി ആയിരിക്കും വരുന്നത്. അപ്പൊ സ്റ്റോറേജ് കുറച്ചുകൂടി കുറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും അടച്ചേക്കാം. ഇനി നമുക്ക് ബാറ്ററിയുടെ സൈഡ് കാണിച്ചു തരാം. റൈറ്റിലേക്ക് തിരിക്കുക, ചാവി റൈറ്റിലേക്ക് ഇരിക്കുക. ഇവിടെ ബാറ്ററി ഈ സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അടച്ചേക്കാം. അടച്ചിട്ടുണ്ട്. താക്കോല് നമുക്ക് ഊരിയെടുത്തേക്കാം. തിരിച്ച് റിട്ടേൺ ഇട്ടേക്കാം താക്കോലിട്ടാ. ഇപ്പൊ ഇനി ഇതിന്റെ എത്ര കിലോമീറ്റർ ആണ് ഒറ്റ ചാർജിൽ പോകുന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ മോട്ടറിന്റെ കപ്പാസിറ്റി വരുന്നത് 3 കിലോ വാൾട്ട് ആട്ടോ. ബാറ്ററി ടൈപ്പ് റിമൂവൽ ആണ്. ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് 2.1 കിലോ വാൾട്ട് ആണ്. ടോപ്പ് സ്പീഡ് കമ്പനി ആവശ്യപ്പെടുന്നത് 70 കിലോമീറ്റർ ആണ്. അതായത് 14 ഇഞ്ച് വീൽസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച്, അത് 30 ലിറ്റർ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 240 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്നത്. പിന്നെന്താ പറയാ, റേഞ്ച് 90 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. 4 മണിക്കൂറാണ് നോർമൽ ചാർജിങ്. ഫാസ്റ്റ് ചാർജിങ് ആണ് 2 മണിക്കൂർ മതി. ലോഡിംഗ് കപ്പാസിറ്റി 200 കിലോ വരെ കയറ്റാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ BMCയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ ബൈ.